സോ ഗൈസ് അങ്ങനെ നമ്മൾ ഒരുപാട് നാളെ ശേഷം നമ്മൾ ട്രിപ്പ് പോവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ കുറേ എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ട്രിപ്പ് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനലായിട്ട് സാധനം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കൂടെ ചെയ്യുക ഗൈസ്. എന്ന് പറഞ്ഞാൽ നമ്മൾ 2-3 ദിവസമായിട്ട് കുറേ എസ്കേപ്പൊക്കെ നടത്തിയായിരുന്നു. കുറേ കള്ളന്മാരൊക്കെ പിടിച്ചിട്ട് പോയി, പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ട് വന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് സമാധാനം കിട്ടുന്നില്ല ഗൈസ്. ഒരുമാതിരി മന്ദബദ്ധം പിന്നെ പ്രാന്ത് പിടിച്ചൊരു അവസ്ഥ. അതുകൊണ്ട് നമ്മളിന്നൊരു ട്രിപ്പ് പോകാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ ഗൈസ് നമുക്ക് ട്രിപ്പ് പോകുന്നതിന് മുമ്പേ പറഞ്ഞൊക്കെ ഒന്ന് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അങ്ങനെ ഗെയിം സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ട്രിപ്പ് അടിച്ച് വിളിക്കാനായിട്ട് നമ്മളൊന്ന് ലോങ് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തു. ഫാരത്തും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ആരോടും പറയേണ്ട ഗൈസ്. നമ്മൾ ലോങ് ട്രിപ്പ് പോവാണ്. സോ പറപ്പിച്ചാണ് വിടുന്നത്. കാലാവസ്ഥ ഇച്ചിരി മോശമാണ് ഗൈസ്. നമ്മൾ മഴയത്തൊക്കെ ആയി പോകാൻ ഇച്ചിരി മോശമാണ് കാലാവസ്ഥ. ഓക്കെ, ഇതൊരു ഇവിടെയുള്ള വണ്ടി സൈഡാക്കുവാന്ന് തോന്നുന്നു. നമ്മൾ വണ്ടി സൈഡാക്കുവാണ് എന്നത് എനിക്ക് പറഞ്ഞുകൂടാ. ഓക്കെ, ന്യൂട്രലൊക്കെ ഇട്ടുണ്ട്. അല്ല എന്തോ ഇതിലിട്ടിട്ട് ഞാൻ കണ്ടില്ല. അങ്ങനെ നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടെ എന്താ ചെയ്യണ്ടേ? ഇരിക്കാൻ പറ്റും, കുനിയാനൊക്കെ പറ്റും. ഇവിടെ നമ്മുടെ ചെക്കിങ് ബാഗൊക്കെ ഉണ്ട്, അതായത് ബാക്ക് പാക്ക് ഉണ്ട്. സോ ലൈക്കിങ് ലോങ് വേ ഐ ഷോ ടേക്ക് സം ഗ്യാസ്. നമ്മുടെ വണ്ടിയുടെ ഗ്യാസ് തീർന്നു. അപ്പോൾ ഗ്യാസ് അടിക്കാൻ വന്നതാണ്. അതൊക്കെ നിസ്സാരം, ഇവിടെ കയറി ഗ്യാസും കടിച്ചിട്ട് പോയാൽ പോലെ. എന്തിനാണ് ഇനി പെട്ടെന്ന് ചേച്ചി ഇച്ചിരി ഗ്യാസ് തരാമോ? എം ടിയോ? അതിൽ ഗ്യാസില്ല. അപ്പോൾ ഇതിൽ മിക്കവാറും കാണും. ഗ്യാസ് സ്റ്റേഷനിൽ ഗ്യാസ് ഇല്ലാതെ പിന്നെ എന്തിനാണ് ഇതൊക്കെ കൊണ്ടുവച്ചേക്കുന്നത്? ഇച്ചിരി ഇത് യൂസ് ചെയ്ത് ലോങ് ടൈം ആയ കാരണം ഇത് ഗ്യാസ്. അപ്പോൾ ഇനി എന്തോ ചെയ്യും? ഇപ്പറ നോക്കട്ടെ. ഇപ്പറ ഉണ്ടോ? മൈ ഗോഡ്, ഷോ ഇൻസൈഡ് ഗ്യാസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ കയറി ചോദിക്കണം എന്നാണ് പറയുന്നത്. അവിടെ ആൾക്കാർ കാണുമായിരിക്കും. ചേച്ചി ഇച്ചിരി വണ്ടിക്ക് പെട്രോൾ അടിക്കണമായിരുന്നു. ഇച്ചിരി പൈസ. അടിപൊളി. ഇത് ലോക്കാണ്. ഇറ്റ്സ് ക്ലോസ്ഡ്. അതെനിക്കും അറിയാട് പോയി. ആരെങ്കിലും ഡേ? ഹലോ ആരും ഇല്ല. ഇവിടെ എന്തോ ഏണി കിടപ്പുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ എന്തോ വലിയൊരു അണ്ടാ പോലൊരു സാധനം കിടപ്പുണ്ട്. സോ ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുമോ? സോ ഇവിടെ നിന്നൊന്നും പറ്റുന്നില്ല. സോ ഗൈസ് ഇതിലേക്കൂടെ കുറേ വഴിയൊക്കെ ഉണ്ട്. ഇതൊക്കെ അങ്ങോട്ട് അവിടെയൊക്കെ വലിയ ചർച്ച് പോലെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഗൈസ് ഇവിടെ എന്തൊക്കെയോ വഴിയൊക്കെ ഉള്ള പോലെ തോന്നുന്നുണ്ട്. ഇവിടെ എന്തോ ഒരു വീടൊക്കെ കാണിക്കുന്നുള്ളൂ. ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമോ? സോ ഇങ്ങോട്ട് പോകാൻ പറ്റും. എനിക്ക് തോന്നുന്നു മിക്കവാറും ഇവിടെ ആരെങ്കിലും വിളിച്ച് നമുക്ക് ഗ്യാസ് ഉള്ള സ്ഥലം ചോദിച്ചിട്ട് അവിടെ പോയി ഗ്യാസ് വാങ്ങിച്ചിട്ട് തിരിച്ച് വണ്ടിക്ക് പെട്രോൾ അങ്ങനെയല്ലേ ആയിരിക്കും. ചേച്ചി ആരെങ്കിലുണ്ടോ? നോ വൺ ഹിയറോ. ഇവിടെ ആരും ഇല്ലെന്നാ. സോ കഷ്ടകാലത്തിന് ഞാൻ വന്ന സമയത്ത് ഇവിടെ ആരും ഇല്ല. ഇവിടെ ഇനി ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ എന്തോ എടുക്കും? കൈസ് ഇവിടെ ഒരു വീടുണ്ട്. നമുക്ക് അവിടെ കയറി ചോദിച്ചു നോക്കാം. അവിടെ ഇങ്ങോട്ടൊരു വീടുണ്ടല്ലോ. ഇവിടെ ആരെങ്കിലും കാണാമെന്നിരിക്കത്തില്ല. ചേച്ചി കഥയൊക്കെ തുറന്നു തന്നല്ലോ. ഹലോ, എനിത്തിങ് ഹിയർ? ആരെങ്കിലും ഉണ്ടോ? കഥയൊക്കെ തുറന്നു തന്നാക്കുന്നത് എനിക്ക് കയറാനായിട്ടാണോ? നമസ്കാരം, എൻ്റെ പേര് സോറോ എന്നാണ്. ഇവിടെ വണ്ടിയായിട്ട് ട്രിപ്പൊക്കെ വന്നതാണ്. ചേച്ചി മെഴുകുതിരി എടുത്തേ. ട്രിപ്പ് വന്നപ്പം വണ്ടിക്ക് പെട്രോൾ തീർന്നു പോയി. ആരെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ആരെങ്കിലും ഉണ്ടോ? ഡേ കോട്ടൊക്കെ കിടക്കുന്നു. മിക്കവാറും ആരെങ്കിലും കാണും. ചേച്ചിയെ ഇവിടെ എന്തൊരു ഫോട്ടോ ഉണ്ടല്ലോ. മേ ബി ഐ ഓണർ ദിസ് ഗ്യാസ് സ്റ്റേഷൻ ഇസ്. ഗൈസ് ഇത് നമ്മുടെ ഗ്യാസ് സ്റ്റേഷൻ്റെ ഓണറിൻ്റെ വീടാണെന്ന് തോന്നുന്നു. ചേട്ടാ ഇവിടെ ഗ്യാസ് സ്റ്റേഷനിലായി ഗ്യാസ് ഇല്ലായിരുന്നു. ഒരു ഇച്ചിരി ഗ്യാസ് കിട്ടുമായിരുന്നെങ്കിൽ വണ്ടി എടുത്തിട്ട് പോകാമായിരുന്നു. ഹലോ, ആരെങ്കിലും ഉണ്ടോ? ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് കാണിക്കുന്നുണ്ടല്ലോ. എന്താ അത്? തുറക്കാം. അവിടെ ഒന്നും ഇല്ലല്ലോ. സോ ഇവിടെ എന്തൊക്കെയോ ഒരു ഫോട്ടോ ഉണ്ടല്ലോ. ഞാനൊന്നുമില്ല. ഈ സെൻറ്ററിൽ നിൽക്കുന്ന പുള്ളിയായിരിക്കും ഈ ഗ്യാസ് സ്റ്റേഷൻ ഓണാണെന്ന് തോന്നുന്നു. ഒരു ഫാമിലി ഫോട്ടോയാണ്. അയ്യോ സോറി, കണ്ടവൻ്റെ വീട്ടിൽ വന്നിട്ട് കണ്ടവൻ്റെ സാധനം എടുത്ത് നോക്കുന്ന. അതിൻ്റെ ഒന്നും നമുക്ക് വേണ്ട. നമ്മൾ റിച്ചാണ്. നമുക്ക് മറ്റുള്ള സാധനമൊന്നും വേണ്ട. അപ്പം ഇച്ചിരി ഗ്യാസ് വേണം. അത് മാത്രം എനിക്ക് ആവശ്യമുള്ളൂ. ഇവിടെയൊക്കെയാണ് ഈ നശിച്ച വീട്ടിൽ എങ്ങനെയാണ് ഗ്യാസ് സ്റ്റേഷൻ ഓണറൊക്കെ താമസിക്കുന്നത്? അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. സോ ഇവിടെ
ഇവിടെ എന്തൊക്കെയോ ഉണ്ടാക്കി തിന്നാൻ തോന്നുന്നു. ഇവിടെ ഞാൻ എന്തോ ചെയ്യാനാ? ഇവിടെ എന്തോ കൊടുത്തിട്ടുണ്ടല്ലോ, ഇതെന്തോടാ? അതെന്ത് സാധനം? ഒരു മെഴുകുതിരി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് ബ്ലെൻഡിങ് വലുത് ഇൻക്രീസസ് മൈ ഹെൽത്ത് ഇൻക്രീസ്. അയ്യോ, അതിനെനിക്കൊന്നും പറ്റത്തില്ലല്ലോ. എന്നാലും വച്ചേക്കാം, ട്രിപ്പൊക്കെ പോകുന്നതല്ലേ, സേഫ്റ്റിക്ക് കുറച്ച് ഇതൊക്കെ വച്ചേക്കാം. എന്നാലും ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഇനി അല്ലെങ്കിലും ഇവിടെ എന്തൊക്കെ ഒരു ന്യൂസ് പേപ്പറുണ്ട് ഗൈസ്, എടുക്കാൻ പറ്റുമോ? എടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അടിപൊളി, ന്യൂസ് പേപ്പർ എന്ന് എഴുതിച്ചിട്ട് അവിടെ എടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. സോ ഗൈസ്, ഐ ഷോ ചെക്കിങ് ഈസ് സെക്കൻഡ് ഫ്ലോറോ. ഗൈസ് സെക്കൻഡ് ഫ്ലോർ ചെക്ക് ചെയ്യണം എന്നൊക്കെ പറയാം. ഇത് കണ്ടവൻ്റെ വീടാണ്, സ്വന്തം വീടൊന്നും അല്ല ചെക്ക് ചെയ്യാനായിട്ട്. ഇവിടെ എന്തോ ഒരു ഫ്രിഡ്ജുണ്ട് ഗൈസ്, നമുക്ക് എല്ലാം ഇവിടെ തിന്നാൻ എല്ലാം കിട്ടുമോ? നല്ല വീടാണ്. ഇവിടെ വേസ്റ്റൊക്കെ അങ്ങനെ എടുത്ത് വെച്ചേക്കുന്ന പറഞ്ഞേ. ഫ്രിഡ്ജ് തുറക്കാൻ പറ്റത്തില്ല. തുറക്കാൻ പറ്റുമല്ലോ. എന്തെന്നറിയാം അത്? പട്ടിയുടെ തലയോ? തിന്ന സാധനം. എന്തോ ഒന്ന് ഇപ്പം ഇവിടെ നിന്ന് നമുക്ക് ഇറങ്ങാം ഗൈസ്. അതല്ല, ഇവിടെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഇവിടെയൊക്കെ നോക്കട്ടെ. ഇവരെന്തിനാണ് കിടന്ന് ഇടയ്ക്കിടയ്ക്ക് തുള്ളുന്നേ? സോ അതിൻ്റെ അകത്തൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ? അതിനകത്തൊന്നുമില്ല ഗൈസ്. എന്തോ പട്ടിയുടെ തലയൊക്കെ. അയ്യോ ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് പോകാം. എന്നാ അതാരടാ? അയ്യോ ചേച്ചിയെ, എനിക്കറിയത്തില്ല. ഗെറ്റിംഗ് ദ ബൈ ദ വിൻഡോ. ഇങ്ങോട്ടാരടാ പോയത്? വഴിയില്ല സ്ഥലത്തൂടെ എവനാടാ പോയത്? ചേട്ടാ, ഓണറാണേലേ ഇച്ചിരി ഗ്യാസ് വേണമായിരുന്നു. ഇപ്പം എന്നോടിപ്പോൾ പറഞ്ഞത് അങ്ങോട്ട് പോകണമെന്നാണ് പറഞ്ഞത്. അങ്ങോട്ട് ഞാൻ എങ്ങനെ പോവും? ഞാൻ നല്ല പേടിയാണെടാ പുള്ളേ. ഇത് ഏതാ ആരും ഇല്ലാത്തൊരു പട്ടിക്കാട്ട സ്ഥലത്താണല്ലോ വന്ന് പെട്ടാക്കുന്നത്. ആകെ കുറച്ച് പട്ടിയുടെ ഒച്ചയും കേൾക്കുന്നു, കുറച്ച് കാക്കയുടെ ഒച്ചയും കേൾക്കുന്നു. ഇനി ഞാൻ എന്തോ ചെയ്യണ്ട? ഒരു കാറ് ഇവിടെ ഇന്ന് ചെയ്യണ്ടേ? എന്തോടാ അങ്ങോട്ട് പോയത്? ആരാ പോയല്ലോ? ഇവിടെ ഇനി ഗ്യാസ് സ്റ്റേഷൻ. ചേട്ടൻ വല്ല വന്നോ? അവിടെ എന്താ കാണിച്ചില്ല? ഇതിൽ ആർഡറല്ലേ? അല്ല, നേരത്തെ കാണിച്ചപ്പോൾ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നില്ല, പിന്നെ ഇപ്പോൾ അങ്ങനെ എടുക്കുന്നത്. എന്തായാലും ആട്ടെ, ഇപ്പോൾ എടുത്തിട്ടുണ്ട്. എന്തിനാടാ ഇങ്ങനെ മുക്കുന്നേ? ഈ മുക്കുമ്പോൾ എനിക്ക് തന്നെ പേടിയാന്ന്. മിക്കവാറും ഇതിലേ ലാഡറും കൊണ്ടാണ് വീടിൻ്റെ മണ്ടേ കയറണേ. ഇവിടെ കണ്ട വീട്ടിലോട്ട് എന്തിനാണ് വലിഞ്ഞു കയറുന്നേ? സോ ഗൈസ്, ഒരുമാതിരി ട്രിപ്പ് വന്നിട്ട് ഒരുമാതിരി ഊളവസ്ഥയായി പോയല്ലോ. ഓക്കെ, ഇത് ഞാനിവിടെ വക്കുവാന്ന് തോന്നുന്നു. ഇങ്ങനെ നമ്മൾ മറ്റേ കണ്ടവൻ്റെ വീട്ടിലോട്ട് വലിഞ്ഞു കയറുവാണ്. കാക്കയല്ലേ പോയത്? തോന്നുന്നു. സോ ഗൈസ്, ഇവിടെ എന്തുവാടാ? കുറെ ബുക്ക്, ഓലച്ചൂടി എന്തുവാടാ അത്? ആരാ അത്? ഓണർ വല്ലതും ആണോ? ചുമ്മാ വീട് കൊള്ളായിരുന്നു, അപ്പം മേളിലെങ്ങനെയൊന്ന് കാണാൻ വന്നായിരുന്നു. ഇവിടെ കഥകൊക്കെ ഉണ്ടല്ലോ ഗൈസ്, അത് ലോക്കൊക്കെ എന്ന് പറയുക. സോ ഇവിടെ മെഴുകുതിരി ഉണ്ട്. സോ മെഴുകുതിരത്ത് കൈ വെച്ചേക്കാം. സോ എന്തോ ഒരു അതിൻ്റെ എന്തൊരു കീ ഗൈസ്. കീ എടുത്തു. അതെന്തിൻ്റെ കീയാ? ദ വിൽ ബി അവൈലബിൾ എൻട്രിങ് ടു ദ ഗ്യാസ് സ്റ്റേഷൻ. ഗൈസ്, ഗ്യാസ് സ്റ്റേഷൻ എൻട്രി കിട്ടി. ഇതെന്തുവാ? വാട്ടർ ദ ഇൻക്രീസിങ് ഓഫ് ഹെൽത്ത്. ഇത് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹെൽത്ത് കൂട്ടാൻ പറ്റും ഗൈസ്. ഇവിടെ എന്തോ ബുക്കൊക്കെ ഉണ്ട് ഗൈസ്. നമുക്കിനി ഇവിടെ നിന്ന് പോകാം ഗൈസ്. നമുക്ക് ഗ്യാസ് സ്റ്റേഷൻ്റെ കീ ഇട്ടിട്ടുണ്ട്. കണ്ടവൻ്റെ വീട്ടിൽ കയറി, കണ്ടവൻ്റെ ഗ്യാസ് സ്റ്റേഷനിൽ കയറി. നിൻ്റെ ധൈര്യം ഞാൻ സമ്മതിച്ചടാ. സോ ഗൈസ്, അങ്ങനെ നമുക്ക് നേരെ ഒന്നും നോക്കണ്ട, ഗ്യാസ് സ്റ്റേഷനിലൂടെ ഒറ്റ വിടല. സോ നമുക്ക് എടുക്കാം. തുറക്ക്. ഗ്യാസ് വല്ലുണ്ടോ? ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ കാണിക്കുന്നുണ്ട്. എടുക്ക. ഗ്യാസ് എടുക്കടാ. ഇസ് എ നോട്ട് അനദർ സൈഡ്. അതിൻ്റെ അകത്തൊന്നും ഇല്ലെന്ന്. നമുക്ക് അങ്ങോട്ട് വല്ല നോക്കാമല്ലോ. ഇവിടെ ഇതെന്തോ ഇത് ഗ്യാസ് ആയിരിക്കണേ. യാ ഗൈസ്, അത് ഗ്യാസാ.
ഇവിടെ നിന്ന് കാറൊക്കെ കിടപ്പുണ്ടല്ലോ. നമുക്കതൊക്കെ നമുക്ക് വണ്ടി എടുത്തിട്ട് പോകാം. ഇനി ഒന്നും നോക്കാനില്ല. ഓ ഒന്ന് പെട്ടെന്ന് പോടാ. വണ്ടിയിട് ഒയ്ക്ക് ഒന്നും നോക്കണ്ട. അതോടെ ഇട്ടാക്ക്. നമുക്ക് വണ്ടി എടുത്തിട്ട് പോകാം ഗൈസ്. ഇനി ഇതുമാതിരി ഒരു ഊള സ്ഥലത്ത് മാത്രം വണ്ടി ബ്രേക്ക് ഡൗൺ ആവുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ എനിക്ക്. ഓക്കെ നമുക്ക് വണ്ടി കയറാം. അപ്പോൾ വെരി കോൾഡ്. അതെ ഭയങ്കര തണുപ്പാണ്. വണ്ടി എടുത്തു. അത്രേ ഉള്ളൂ. നമ്മൾ പോവാണ്. അങ്ങനെ നമ്മൾ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യുവാണ്. ടാറ്റ. ഓഹോ ആരാന്ന് എനിക്ക് അറിഞ്ഞോടാ. വീണ്ടും വാക്കി കൂടെ പോയത്. എന്നാലും ചേച്ചി